നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ അഥവാ നിഡാസിന്റെ 89ാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നിഡാസിൽ കൈകാര്യം ചെയ്തു വരുന്നത്. നിഡാസ് പ്രധാനമായും ഭിന്നശേഷിയുള്ളവർക്കും അവരെ പരിപാലിക്കുന്നവർക്കും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ് നടത്തിവരുന്നത്. മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷനിൽ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസും ചോദ്യോത്തര വേളയുമായിട്ടാണ് നിഡാസ് നടത്തുന്നത്. ഇന്നത്തെ നിഡാസ് തുടങ്ങുന്നതിന് മുന്നോടിയായി എല്ലാ പാർട്ടിസിപ്പൻസും കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. നിഡാസ് ഗൂഗിൾ മീറ്റിലും യൂട്യൂബിലും കാണാവുന്നതാണ്. ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസ് സെഷൻ നടക്കുന്ന സമയത്ത് മൈക്ക്, പ്രസന്റേഷൻ മോഡ് തുടങ്ങിയവ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പ്രസന്റേഷന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുന്നതാണ്. ഇന്നത്തെ ഈ സെഷന്റെ സൈൻ ലാംഗ്വേജ് പരിഭാഷയുണ്ട്. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുള്ള പാർട്ടിസിപ്പന്റ് സ്ക്രീനിൽ ഡാനി എന്ന പേര് പിൻ ചെയ്യേണ്ടതാണ്. 89ാമത്തെ നിഡാസിന്റെ വിഷയം ആശയവിനിമയ പരിമിതിയുള്ള വ്യക്തികൾക്കായുള്ള ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇടപെടൽ ഒരു ആമുഖം. നമുക്ക് ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷനുള്ള പ്രധാനമായും ഒരു മാർഗം സംസാരം അഥവാ സ്പീച്ചിൽ കൂടിയാണ്. എന്നാൽ വിവിധ തരത്തിലുള്ള ഭിന്നശേഷി മൂലം സംസാരത്തിലൂടെ ഫലപ്രദമായി ആശയവിനിമയം സാധിക്കാത്തവരായുണ്ട്. അവർക്ക് ആശയവിനിമയം സാധ്യമാക്കുന്ന ഒരു മാർഗമാണ് ഓഗ്മെന്റേറ്റീവ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ AAC എന്നത് എന്താണ്, ഇത് ഏതൊക്കെ തരത്തിലുണ്ട്, AACയുടെ ഘടകങ്ങൾ, ആർക്കൊക്കെ ഉപയോഗിക്കാം, AACയുടെ ലക്ഷ്യം എന്നിവയെ കുറിച്ചുള്ള ഒരു ആമുഖമാണ് ഇന്നത്തെ ഈ നിഡാസിൽ പ്രതിപാദിക്കുന്നത്. AACയെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വിനീത സാറ ഫിലിപ്പ്. ഡോക്ടർ വിനീത നിഷിലെ ഒരു ഫാക്കൽറ്റിയാണ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഓഗ്മെന്റേറ്റീവ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇന്റർവെൻഷൻ യൂണിറ്റ് നിഷിലെ ഇൻചാർജ് കൂടിയാണ്. വിനീത AACയിൽ യൂണിവേഴ്സിറ്റി ഓസ്റ്റിൻ USA നിന്ന് ഫുൾബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്. 2023 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ നിന്ന് PhD പൂർത്തിയാക്കി. കഴിഞ്ഞ 14 വർഷത്തിലേറെയായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. AACയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാഷണൽ, ഇന്റർനാഷണൽ തലങ്ങളിലുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായി പാർട്ടിസിപ്പൻസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യാവലിയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. എല്ലാ പാർട്ടിസിപ്പൻസും ആ ചോദ്യാവലി ഒന്ന് പൂരിപ്പിക്കേണ്ടതാണ്. ഒരു ചോദ്യാവലി ലിങ്ക് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ചോദ്യാവലി ഒന്ന് പൂരിപ്പിക്കേണ്ടതാണ്. ഇനി നമ്മൾ സെഷൻ തുടങ്ങിയാണ്. ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഞാൻ ഡോക്ടർ വിനീതയെ ക്ഷണിക്കുന്നു. ഓവർ ടു യു ഡോക്ടർ വിനീത. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുവാൻ എനിക്കൊരു അവസരം തന്ന നിഡാസ് ടീമിനും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനും എന്റെ നന്ദി ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളുന്നു. ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ അഥവാ AAC ഇന്റർവെൻഷനെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുന്നേ ആശയവിനിമയം എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ആശയവിനിമയം നമ്മളെല്ലാവരും ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒന്നെങ്കിൽ സംസാരിച്ചോ എഴുതിയോ അല്ലെങ്കിൽ പല മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മറ്റൊരാൾക്ക് നമ്മളുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നു. ആ പ്രക്രിയ നമ്മൾ ആശയവിനിമയം എന്ന് പറയുന്നത് നമുക്കൊട്ടും പുതുമയുള്ള ഒരു കാര്യമല്ല, അല്ലേ? എന്നാൽ നമ്മൾ എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത്? പൊതുവെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചിലത് നമുക്ക് സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവെക്കാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കുവാൻ, ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ നമ്മളുടെ സോഷ്യൽ സർക്കിൾ അല്ലെങ്കിൽ സാമൂഹിക ബന്ധം നമുക്ക് നിലനിർത്താനും വികസിപ്പിക്കുവാനും ഒക്കെ ഇത് സഹായിക്കുന്നു. പക്ഷെ ആശയവിനിമയം നടക്കാൻ അല്ലെങ്കിൽ നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുക? നിങ്ങൾക്ക് ഒരു ആശയം വേറൊരാളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം നിങ്ങൾക്ക് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ. അതേപോലെ ആശയവിനിമയം നടത്താൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സാമൂഹിക ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഈ
വൈകാരികമായ ഒറ്റപ്പെടൽ, ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇവിടെ പ്രാഥമികമായിട്ട് നമ്മൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആശയത്തെ പറ്റി ഇവിടെ എന്റെ ഒരു ആശയം, അതായത് ഓഗ്മെന്റേറ്റീവ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷനെ പറ്റി ഞാൻ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മാർഗം സംസാരമാണ്, കറക്റ്റ്. എന്നാൽ അത് മാത്രമാണോ നമുക്കുള്ള ഒരു മാർഗം? നമ്മളിപ്പോ ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ ചിലപ്പോ കൈകാട്ടി വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നമുക്കൊരു തൊണ്ടവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എഴുതി കാണിക്കും, അല്ലെങ്കിൽ നമ്മളുടെ മുഖത്തെ എക്സ്പ്രഷൻസ്, നമ്മളുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ആശയവിനിമയം നടത്താറുണ്ട്. സോ ആശയവിനിമയത്തിന് പല പല മാർഗങ്ങളുണ്ട്. നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം. സംസാരത്തിന്റെ കൂടെ ചിലത് നമ്മൾ ഉപയോഗിക്കും, ചിലപ്പോൾ നമ്മൾ അത് മാത്രവും ഉപയോഗിച്ച് വരാറുണ്ട്. പക്ഷെ ഇത് മാത്രമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഉത്തരം അല്ല. നമുക്ക് ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന AAC എന്ന് ചുരുക്കി പറയുന്നത് ഒരു മാർഗമാണ് ആശയവിനിമയം നടത്താൻ. ഇത് കൂടുതലും ആശയവിനിമയം പരിമിതിയുള്ള വ്യക്തികൾക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ 2A AACയിലെ ആദ്യത്തെ A എന്ന് പറയുന്നത് ഓഗ്മെന്റ് എന്നാണ്. ഓഗ്മെന്റിന്റെ അർത്ഥം നമ്മൾക്ക് സപ്പോർട്ട് എന്നാണ്. ഇപ്പൊ ഒരു വ്യക്തിക്ക് വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ പറയാനായിട്ട് ചിലപ്പോൾ പറ്റുന്നുള്ളായിരിക്കാം, അവരുടെ പലവിധ കണ്ടീഷൻസ് കാരണം. അപ്പോൾ ചിലപ്പോൾ ആ പറയുന്നത് ക്ലിയർ, ചിലപ്പോൾ ആ പറയുന്നത് ചിലർക്ക് ക്ലിയർ ആയിരിക്കാം, വീട്ടിലുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അവരുടെ ആ ഉള്ള സ്പീച്ച് നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓഗ്മെന്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത്, അല്ലെ ഓഗ്മെന്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മാർഗം കൊടുക്കേണ്ട ആ ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ അതിനെ ഓൾട്ടർനേറ്റീവ് മോഡ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ AACയുടെ ആദ്യം നമുക്ക് അവർക്ക് സംസാരം ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും, ഇല്ലാത്ത പക്ഷം അവർക്ക് സംസാരം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് ചുരുക്കി പറഞ്ഞാൽ AAC എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം? ഇത് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, ഏത് ഒരു ആശയവിനിമയ തകരാറുള്ള വ്യക്തിക്കും ഇത് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ, സെറിബ്രൽ പാൽസി ബാധിച്ച കുട്ടികൾ, അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി, കാഴ്ച പരിമിതി, കേൾവി പരിമിതി, ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതേപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ICUവിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് സംസാരമില്ലായിരിക്കാം. അപ്പൊ ഇതൊരു ടെമ്പററി മോഡായിട്ടോ അവർക്കൊന്ന് ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്കിത് കൊടുക്കാം. അതേപോലെ തന്നെ സ്ട്രോക്ക് മാത്രമല്ല, അല്ലാതെയും വേറെ പല ന്യൂറോളജിക്കൽ കണ്ടീഷൻസും മുതിർന്നവരിൽ കണ്ടുവരുന്ന പല ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും അവർക്ക് ടെമ്പററിലി ചിലപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നേക്കാം. ചിലരത് പെർമനന്റ്ലി അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പം കുറെ നാളധികം ഉപയോഗിക്കേണ്ട ആവശ്യകതയും വന്നേക്കാം. അപ്പൊ ഏതൊരാൾക്കും ഉപയോഗിക്കാം, ആശയവിനിമയ തകരാറുള്ള ഏതൊരു വ്യക്തിക്കും ഇത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് വിവിധ തരം AAC ഉണ്ട്. ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അൺഎയ്ഡഡ്, എയ്ഡഡ് AAC എന്നുള്ളതാണ്. എയ്ഡഡ് AAC നമ്മൾ പിന്നെയും തരംതിരിച്ചിരിക്കുന്നത് നോടെക്, ലോടെക് ആൻഡ് ഹൈ ടെക്നോളജി AAC. ഹൈ ടെക്നോളജിയെ നമ്മൾ പിന്നീടും ഒന്നും കൂടെ തരംതിരിച്ചിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് SGD എന്ന് പറഞ്ഞാൽ സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസ് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഹൈ ടെക്നോളജി AAC ഡെഡിക്കേറ്റഡും ഉണ്ട്, നോൺ ഡെഡിക്കേറ്റഡും ഉണ്ട്. ഇതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നോക്കാം. അൺഎയ്ഡഡ് AAC എന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഉപകരണത്തിന്റെ ആവശ്യമില്ലാതെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോഴാണ് അതിനെ അൺഎയ്ഡഡ് AAC എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സൈൻ ലാംഗ്വേജസ്, ഫിംഗർ സ്പെല്ലിംഗ്, നമ്മളുടെ ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, മുഖത്തെ എക്സ്പ്രഷൻ, ഇതെല്ലാം അൺഎയ്ഡഡ് AACയിൽ ഉൾപ്പെടുന്നതാണ്. അതേസമയം എയ്ഡഡ് AAC എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഉപകരണം ഉപയോഗിച്ച് നമ്മൾ ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ എയ്ഡഡ് AAC എന്ന് പറയുന്നു. അതിനെ പരിമിതമായ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലോടെക് എന്ന് പറയാം, ലോ ടെക്നോളജി എയ്ഡഡ് AAC. ഇല്ലെങ്കിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല, ഫോർ എക്സാമ്പിൾ ഒരു കമ്മ്യൂണിക്കേഷൻ ബുക്ക്, അങ്ങനെ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോ ടെക്നോളജി
എയ്ഡഡ് AAC എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഉയർന്ന സാങ്കേതിക ഉപകരണങ്ങൾ, ഒരു ആപ്ലിക്കേഷനോ നമുക്ക് കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഇട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ ഉയർന്ന സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള AAC ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിൽ തന്നെ നമുക്ക് സംസാരം, നിങ്ങൾ നേരത്തെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് AACയും ഉണ്ട്, നോൺ ഡെഡിക്കേറ്റഡ് AAC ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിൽ സ്പീച്ച് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസസും ഉണ്ട്. പ്രധാനമായിട്ടും ഇപ്പൊ നമുക്ക് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു AAC സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്. അപ്പം AAC എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിഹ്നങ്ങളുണ്ട്, അതിന് എയ്ഡ്സ് ഉണ്ട്, ടെക്നീക്സ് ആൻഡ് സ്ട്രാറ്റജീസ്. ഇതെന്താണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ചിഹ്നങ്ങൾ. സോ നമ്മളുടെ ആശയങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് പറയുന്നത് വാക്കുകൾ ഉപയോഗിച്ചാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വാക്കുകളാണ് നമ്മളുടെ ആശയങ്ങളെ വേറൊരാളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വാക്കുകളില്ലാത്ത ഒരാള്, പറ്റാത്ത ഒരാൾക്ക് ഈ വാക്കുകളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് സിംബൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ, ഇടതുവശത്ത് കാണുന്ന പോലെ പിക്ചർ സിംബൽസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലതുവശത്തെ സൈഡിൽ കാണുന്ന പോലെ ഒബ്ജക്ട് സിംബൽസ്, അങ്ങനെ മിനിയേച്ചർ ഒബ്ജക്ട്സ്, ഇങ്ങനത്തെ പല ചിഹ്നങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ പിക്ചർ സിംബൽസ് ചിലത് ഓൺലൈൻ നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്, ചിലത് നമ്മൾ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്താണ് പിക്ചർ സിംബൽസ് എടുക്കാറുള്ളത്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഈ സ്പർശിച്ചറിയാൻ, ടാക്ടൈൽ അല്ലെങ്കിൽ വലതുവശത്ത് കാണുന്ന ടൈപ്പ് സിംബൽസ് നമ്മൾ ജനറലി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഇങ്ങനത്തെ സിംബൽസ് നമുക്ക് വളരെ വൈകല്യങ്ങൾ കൂടുതലുള്ള സിവിയർ ഉള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പാടുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ വലതുവശത്ത് കാണുന്ന ചിഹ്നങ്ങൾ. അപ്പം നമുക്ക് പറയാനുള്ള ആശയങ്ങളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാർഗമാണ് ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ചിഹ്നങ്ങൾ മാത്രം, കുറെ ചിഹ്നങ്ങൾ കൊടുത്തത് കൊണ്ട് ഒരു AAC സിസ്റ്റം ആകുന്നില്ല. അത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ഇതിപ്പം നമ്മൾ കൂടുതലും എയ്ഡഡ് AAC പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സിംബൽസ് നമ്മൾ എന്തിന്റെ അകത്ത് വെച്ചിട്ടാണോ കൊടുക്കുന്നത്, ഇറ്റ് ക്യാൻ ബി എ ഡിവൈസ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ബുക്കിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഒരു ബോർഡിന്റെ മുകളിലാണ് ഒട്ടിക്കുന്നത്, അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു ഉപകരണം, അതിനെയാണ് നമ്മൾ എയ്ഡ് എന്ന് പറയുന്നത്. ഇപ്പം എയ്ഡ്സിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ടെക്നോളജി ഇല്ലാത്ത സിസ്റ്റംസ് ഉണ്ട്. നിങ്ങൾ ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റിൽ മുകളിൽ കാണുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഫോൾഡർ ആണ്. അതിന് ഇപ്പുറത്ത് കാണുന്നതെല്ലാം തന്നെ സിമ്പിൾ ആയിട്ട് ബാറ്ററി ഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിവൈസസ് ആണ്. അതിനുള്ളിലെല്ലാം സിംബൽസ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. നമ്മൾ അതിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ സ്പീച്ച് ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ ഉയർന്ന സാങ്കേതിക സംവിധാനങ്ങളുള്ള ഡിവൈസസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത് നമുക്ക് നോൺ ഡെഡിക്കേറ്റഡ് സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ് ആണ്. നോൺ ഡെഡിക്കേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറോ നമ്മുടെ ഫോണോ ടാബ്ലറ്റോ അതെല്ലാം നമ്മൾ പല പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പക്ഷെ ഉള്ളില് ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്പ് ഇട്ട് ഉപയോഗിക്കുമ്പോൾ അത് നോൺ ഡെഡിക്കേറ്റഡ് സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസ് ആണ്. പക്ഷെ എന്നിരുന്നാൽ ചില കമ്മ്യൂണിക്കേഷൻ ആപ്സും സോഫ്റ്റ്വെയർസും അതിൻ്റെതായ ഡിവൈസോട് കൂടിയാണ് വരുന്നത്. അതിൽ മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ഡിവൈസസിനെയാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വലതുവശത്ത് കാണുന്നതെല്ലാം ഡെഡിക്കേറ്റഡ് സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ സിംബൽസ്, ചിഹ്നങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ നമുക്കിപ്പോ ഒന്ന് കാണാം. My name is Tommy. Dog. Ruff, ruff. Ruff, ruff. My name is Rose. Hand mixer. Give. Me. Hand mixer. My name is Emily. I love it. That was so cool. I love it. That was so cool. നിങ്ങളിപ്പോ കണ്ട വീഡിയോയിൽ
ആക്ച്വലി അവര് സ്പീച്ച് ആ ഡിവൈസിൽ നിന്ന് വരുന്നത് ഒരു സിന്തറ്റിക് സ്പീച്ചാണ്. അത് നമുക്ക് നമ്മളുടെ ഫോണുകളിലും അല്ലാതെ GPS സിസ്റ്റത്തിലൊക്കെ വരുന്ന പോലത്തെ സിന്തറ്റിക് സ്പീച്ചാണ്. നമുക്ക് ചില ഡിവൈസസിൽ നമ്മളുടെ തന്നെ ശബ്ദം റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ചില ഡിവൈസസ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചത് 2 ഘടകങ്ങളെ പറ്റിയാണ്, സിമ്പിളും എയ്ഡും. ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ടെക്നീക്സ് ആണ്. ഇപ്പൊ ഒരാൾക്കൊരു നമ്മൾ ഇതുപോലൊരു ഡിവൈസോ ഒരു പിക്ചർ ബുക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു, പക്ഷെ അവരത് എങ്ങനെയാണ് അവര് ആക്സസ് ചെയ്യുന്നത്, അത് അവരെങ്ങനെയാണ് അതിനകത്തെ സിമ്പിൾസ് അവർക്ക് വേണ്ടുന്നത് നമ്മളോട് പറഞ്ഞു ഫലിപ്പിക്കുന്നത്, അതിന് അവർക്കൊരു ആക്സസ് വേണം. അതാണ് ടെക്നീക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഡയറക്ട് സെലക്ഷൻ ടെക്നീക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ചിത്രത്തിൽ കാണുമ്പോൾ ഇപ്പൊ ആ സിമ്പിളിലേക്ക് നമുക്ക് ചൂണ്ടിക്കാണിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണർ, നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തിലേക്കാണോ ചൂണ്ടിയത് അതെന്താണെന്ന് നോക്കി മനസ്സിലാക്കി നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഡയറക്ട്ലി നമുക്ക് കൈ ചൂണ്ടിക്കാണിക്കാം, ഇല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് ചൂണ്ടിക്കാണിക്കാം. ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡയറക്ട് സെലക്ഷൻ ടെക്നീക്സ് എന്ന് പറയും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ അല്ലെ പോയിന്റ് ചെയ്യാനുള്ള സ്കില്ലോ എന്തെങ്കിലും ഒരു കാരണം അവർക്ക് ചിലപ്പോൾ പാടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻഡയറക്ട് സെലക്ഷൻ ടെക്നീക്കിലേക്ക് വരും. അതിലെന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു സ്വിച്ച് ഈ ഡിവൈസിലേക്കോ നമ്മൾ കണക്ട് ചെയ്യുകയും അല്ലെ കമ്പ്യൂട്ടറിലേക്കോ നമ്മൾ കണക്ട് ചെയ്യും. ആ ഡിവൈസിനുള്ളിൽ നമ്മൾ സ്കാനിങ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കും. നിങ്ങൾക്ക് പലർക്കും ഫോണിലോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്കാനിങ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ വലതുവശത്തെ ആ ചിത്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ കുറച്ച് ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടുന്ന അത് ഓരോ റോ ബൈസ്, ഇതിനകത്ത് റോ ആയിട്ടാണ് അവർ സ്കാൻ ചെയ്യുന്നത്. ഓരോ റോ ആയിട്ട് സ്കാൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന ചിത്രമോ അല്ലെങ്കിൽ സിംബലോ എവിടെയാണെന്ന് വെച്ചാൽ ആ റോ നമ്മൾ സെലക്ട് ചെയ്യുകയും പിന്നീട് ആ റോയിലുള്ള ഓരോ ഐറ്റം അത് ഹൈലൈറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ആവശ്യമുള്ളത് നമ്മൾ സ്വിച്ച് മാർഗം സെലക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സ്വിച്ചസ് ചിലപ്പോൾ നമ്മൾ കൈകൾ കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കണമെന്നില്ലായിരിക്കാം. നമ്മളുടെ ശരീരത്തിലെ ഏത് ഭാഗം ആണോ നന്നായിട്ട് നമുക്ക് ചലിപ്പിക്കാൻ കൺട്രോൾ ഉള്ളത് ആ ഒരു ശരീരഭാഗം ഉപയോഗിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഈ സ്വിച്ചസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഇൻഡയറക്ട് സെലക്ഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നമ്മളുടെ AAC സിസ്റ്റത്തിന്റെ ഘടകം എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ആണ്. സ്ട്രാറ്റജി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു വീഡിയോ കണ്ടു, അതിനകത്ത് എത്രത്തോളം പതുക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നിങ്ങൾ കണ്ടു. നമ്മൾ ഓരോ സിമ്പലും സെലക്ട് ചെയ്ത് ചിലപ്പോൾ മൾട്ടിപ്പിൾ സിമ്പിൾസ് നമ്മൾ പോയി സെലക്ട് ചെയ്യണമായിരിക്കും. അപ്പോൾ നമ്മളുടെ കൂടെ ഇരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണർ വളരെയധികം പേഷ്യന്റ് ആയിട്ട് ഇരുന്ന് നമ്മൾ ഫിനിഷ് ചെയ്യുന്നിടം വരെ ഇരിക്കണം. മോസ്റ്റ്ലി അതിന്റെ റേറ്റ് അറ്റ് വിച്ച് നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ പതുക്കെയാണ്. അപ്പോ സ്ട്രാറ്റജീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു റേറ്റ് നമ്മൾക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നീക്സ് ആണ് നമ്മൾ സ്ട്രാറ്റജീസിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം, വേർഡ് പ്രെഡിക്ഷൻ. നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പം വേറെ കുറെ ഓപ്ഷൻസ് താഴെ നിരന്ന് വരും ഇല്ലേ? അപ്പൊ അതിൽ നമുക്ക് വേണ്ടുന്ന ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ വലതുവശത്തെ മുകളിലത്തെ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ ഐ വെന്റ് ലാസ്റ്റ് നൈറ്റിന്റെ NI വരെ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒത്തിരി ഓപ്ഷൻസ് വന്നു, നീല നിറത്തിൽ കാണുന്ന ഓപ്ഷൻസ്. അതിനകത്തുനിന്ന് ഒരെണ്ണം നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറെ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ആ സ്ട്രാറ്റജി. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ടോപ്പിക്സ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രീമെയ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അഗൈൻ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പൊ ഒരു ചിഹ്നം ഒരു ബുക്കില് ഒരേ സ്ഥലത്താണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്, നമ്മളത് ട്രെയിനിങ് വഴി അത് ഉപയോഗിച്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇന്ന പേജിൽ ഏറ്റവും മുകളിലാണ് ആ ചിഹ്നം ഉള്ളത്. നമുക്കപ്പോ എല്ലാ പ്രാവശ്യവും ചിഹ്നങ്ങളെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ആ മെമ്മറി ഫോർ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് ഒരാൾക്ക് നമ്മൾ AC കൊടുക്കുമ്പം കുറെ ചിഹ്നങ്ങൾ മാത്രം കൊടുത്തത് കൊണ്ട് AC ആവുന്നില്ല. അത് ഏത് ചിഹ്നങ്ങളെ പ്ലേസ് ചെയ്യുന്നത് എന്തിലാണ്, ബുക്കിലാണോ, ബോർഡിലാണോ, ഡിവൈസിലാണോ, അതേപോലെ തന്നെ അവർ ആ സിസ്റ്റം എങ്ങനെ ആക്സസ് ചെയ്യും, അവർക്ക് ആ സിമ്പിൾ സെലക്ട് ചെയ്യണമെങ്കിൽ അവരത് എങ്ങനെ ചെയ്യും, അതേപോലെ അവരുടെ ആ റേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തുന്നതിന്റെ ആ റേറ്റ് കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് അവർക്ക് കൊടുക്കാം, ഇതിനെപ്പറ്റി എല്ലാം ചിന്തിച്ചിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റം ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പം ഏത് തരം AC ഉപയോഗിക്കാമെന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാം? ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർക്ക് വേണമെങ്കിലും AC ഉപയോഗിക്കാം. ACക്ക് ഒരു കാൻഡിഡസി ഇല്ല, ഇന്ന ആൾക്ക് പറ്റില്ല, ഇന്ന ആൾക്കേ പറ്റുള്ളൂ, അങ്ങനെയില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാ ടൈപ്പും ചിലപ്പോൾ പറ്റില്ലായിരിക്കും. ഇപ്പൊ നമ്മൾ പല ടൈപ്പ് ഓഫ് AC പറഞ്ഞു, പല വിവിധ തരത്തിലുള്ളത് പറഞ്ഞു. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം പറ്റത്തില്ലായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് പലത് പറ്റുമായിരിക്കാം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതൊരു ടീമായിട്ടുള്ള ഒരു എഫേർട്ടാണ്. അപ്പൊ നമുക്ക് ഈ ടീമിനകത്ത് ഡെഫിനറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ വ്യക്തി ആരാണോ ഇത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്, ആ വ്യക്തിയും അവരുടെ കുടുംബവും, അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രൊഫഷണൽസ്, ഫോർ എക്സാമ്പിൾ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഫിസിയോതെറപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ്, അല്ലെങ്കിൽ ഇതിന്റെ ആപ്പും അല്ലെങ്കിൽ ഡിവൈസും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന നിർമ്മാതാക്കൾ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ്, ഇവരുടെ എല്ലാം നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് ഈ ടീമിന് പല പല റോൾസ് ഉണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആ യൂസ് ചെയ്യുന്ന ആളും അവരുടെ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് AC ഒരാൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവരിപ്പോ എങ്ങനെയാണ് ആശയവിനിമയം കൊണ്ടിരിക്കുന്നത്, ഇവർക്ക് കറന്റ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഒരു മാർഗം ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തുമാത്രം അത് ഉപയോഗിച്ച് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആശയവിനിമയം നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മാർഗത്തിൽ എന്തൊക്കെ പരിമിതികളാണുള്ളത്, എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് അവർക്ക് അതുകൊണ്ട് ഉപയോഗം ഇല്ലാതെ വരുന്നത്, ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അത് മാത്രമല്ല അവർക്ക് എന്തൊക്കെ നീഡ്സ് ആണുള്ളത്, അവർ ഏതൊക്കെ സാഹചര്യങ്ങളിൽ പോകുന്നു, ഏതൊക്കെ സിറ്റുവേഷൻസിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അപ്പൊ അവരുടെ നീഡ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വ്യക്തിയുടെ കഴിവുകൾ, കാഴ്ച, കേൾവി, നമ്മളുടെ കൈകാലുകൾ ചലിപ്പിക്കാനുള്ള കഴിവ്, ഇതൊക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനും ഈ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പല പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ നമുക്ക് ഇവർക്കൊരു സിസ്റ്റം, നമ്മളൊരു AC സിസ്റ്റം കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? തടസ്സം എന്ന് പറയുമ്പോൾ ചിലപ്പം ഇപ്പൊ ഞാനൊരു ഹൈ ടെക്നോളജി ഒരു ഡിവൈസ് ആണ് അവർക്ക് കൊടുക്കുന്നത്, ചിലപ്പോൾ അവർക്ക് അത് വാങ്ങിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ ഒരു തടസ്സമായിരിക്കാം. അല്ലെ ചില ഡിവൈസസ് നമുക്ക് ചിലപ്പോൾ ആക്സസിബിൾ അല്ലായിരിക്കും, അത് വിദേശത്ത് മാത്രമേ കാണത്തുള്ളായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള എന്ത് ടൈപ്പ് തടസ്സമാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കും, അതിന് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതും അസസ്മെന്റിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതേപോലെ നമുക്ക് ഇപ്പൊ നിലവിലുള്ള എന്തൊക്കെ സിസ്റ്റംസ് ആണ് നമുക്ക് ഇപ്പം ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത് നോക്കി ഇവരുടെ കഴിവുകളും ഈ ഡിവൈസിന്റെ അകത്തെ ഫീച്ചേഴ്സും കൂടെ നമ്മൾ മാച്ച് ചെയ്ത് നോക്കി, ഫീച്ചർ മാച്ചിങ് എന്ന് പറയുന്നത്, അത് നോക്കിയിട്ടാണ് നമ്മളൊരു സിസ്റ്റം അവർക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി AC ഇന്റർവെൻഷന്റെ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് എന്ന് പറഞ്ഞു. സോ ഡെഫിനറ്റ്ലി ആശയവിനിമയം നടത്താൻ പറ്റാത്ത ഒരാൾക്ക് എന്തായാലും ഇത് ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷെ അതിലുപരി ഇപ്പൊ ആശയവിനിമയം നടത്തുന്ന ഒരു കുഞ്ഞാണെങ്കിലും അല്ലെ ഒരു വ്യക്തിയാണെങ്കിലും, ചിലപ്പം കുട്ടികളുടെ കേസിലാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടന്റ്, അവരുടെ ഭാഷ വളർത്താനായിട്ട് ഇതിന് പറ്റും. അതായത് ഭാഷ കൊടുക്കാനും ഭാഷ മനസ്സിലാക്കാനും ഭാഷ പ്രകടിപ്പിക്കാനും ഉള്ളൊരു മാർഗം AC നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ലാംഗ്വേജ് കുറച്ചുള്ള, ഭാഷ കുറച്ച് മനസ്സിലാക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ എഴുത്തും വായനയും ലിറ്ററസി സ്കിൽസ് കൂട്ടാനും AC ഇന്റർവെൻഷൻ മാർഗം സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് സോഷ്യലി ഇത് ഉപയോഗിച്ച് അവർക്ക് ഇന്ററാക്ഷൻ കൂട്ടാനും ഒക്കെ ഇത് സഹായമാണ്. ഇതിനെല്ലാത്തിലും ഉപരി ആക്ച്വലി ചില കുട്ടികൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, അവർക്ക് അവരുടെ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ കാരണം ചിലപ്പോൾ ബിഹേവിയറൽ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ
കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളൊരു ആശയവിനിമയം നടത്താനായിട്ടൊരു മാർഗം നമ്മൾ കൊടുക്കുന്നത് വഴി ഈ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ കുറയുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ AAC ഇന്റർവെൻഷൻ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഓരോ കുട്ടിയും വ്യക്തിയുടെയും അനുസരിച്ച് നമ്മൾ എന്താണ് നമ്മളുടെ ഗോൾ എന്നനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇനി ഈ പ്രസന്റേഷന്റെ ഒരു ഏകദേശം ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സാധാരണ ഇതിനെ പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ പലർക്കും, പ്രൊഫഷണൽസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും, അവർക്ക് മനസ്സിൽ കടന്നു വരുന്ന പല പല ചോദ്യങ്ങളുണ്ട്, ആശങ്കകൾ, കൺസേൺസ്. അതൊക്കെ ശരിക്കും ഉള്ള മിഥ്യയാണോ അതോ യാഥാർത്ഥ്യങ്ങളാണോ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, AAC ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുട്ടിക്ക് സ്വാഭാവികമായ സംസാരശേഷിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ? എന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണിത്. സ്പീച്ച് ഇത് ഉപയോഗിച്ചാൽ സ്പീച്ച് വരാതിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം. ആക്ച്വലി അങ്ങനെ ഒരു കാര്യം ഇല്ല. സംസാരം ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ സംസാരം ഇത് കൊണ്ട് പോകുന്നില്ല. അതേപോലെ ഒത്തിരി കേസസിൽ സംസാരിക്കാത്ത കുട്ടികൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം സംസാരിച്ചു തുടങ്ങിയതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്ലിനിക്കലി കണ്ടത് മാത്രം കണക്കാക്കാതെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ വേൾഡ് വൈഡ് ഉള്ള പഠനങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള പഠനങ്ങളും എല്ലാം ഇതിന് സപ്പോർട്ടായിട്ടാണ് അവര് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് സംസാരം AAC ഉപയോഗിക്കുന്നത് പോലെ നഷ്ടം ആകുന്നില്ല. അടുത്ത ചോദ്യം, AAC ഉപയോഗിക്കുന്നതിന് മറ്റെന്തെങ്കിലും മുൻ വ്യവസ്ഥകൾ ഉണ്ടോ? ഉദാഹരണത്തിന് പ്രായം അല്ലെങ്കിൽ അറിവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം കാൻഡിഡസി ഇല്ല. ഇത് 1980s തോട്ടാണ്. നമുക്ക് ഇതിന് ഇത്രയും ഇന്റലിജൻസ് വേണം അല്ലെങ്കിൽ ഇന്ന സ്കില്ല് വേണം, അങ്ങനെ ആ ഒരു തോട്ട് മാറി. ഇപ്പം മുൻ വ്യവസ്ഥകൾ ഒന്നും തന്നെ ഇല്ല. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നത്. പിന്നീട് അടുത്ത ചോദ്യം, സ്വാഭാവിക സംസാരത്തിന്റെ എല്ലാ സാധ്യതകളും അവസാനിച്ചതിന് ശേഷം മാത്രമേ AAC ഉപയോഗിക്കാവൂ. ഇതും ഒരു പുരാതന തോട്ടാണ്. ആക്ച്വലി എല്ലാം നമ്മൾ ഇപ്പൊ സ്പീച്ചിന് കൊണ്ടുപോകുന്നുണ്ട്, സ്പീച്ച് തെറപ്പിക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇത്രയും വർഷമായിട്ടും സംസാരമൊന്നും വരുന്നില്ല. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് AAC എത്രയും ഏർലി ആയിട്ട് തുടങ്ങാമോ അത്രയും നല്ലതാണ്. അപ്പൊ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഏർലി ഇന്റർവെൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലും ഏർലി ഇന്റർവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കുഞ്ഞു കുട്ടികളാണെങ്കിൽ 2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് പോലും നമ്മളിവിടെ AAC ഇന്റർവെൻഷൻ കൊടുക്കാറുണ്ട്. സോ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കുന്ന ഒരു ഓപ്ഷൻ ആയിട്ടല്ല AAC ഇന്റർവെൻഷൻ. ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പി കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് ഇത് കൊടുത്താൽ ആ കുഞ്ഞു കുറച്ചും കൂടെ നന്നായിട്ട് കയറി വരും ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതൊരു ലാസ്റ്റ് റിസോർട്ട് അല്ല. അടുത്തത്, AAC എന്നത് വിലയേറിയ ഒരു ഉപകരണം എന്നാണോ അർത്ഥമാക്കുന്നത്? ആക്ച്വലി നമ്മൾ വിവിധ തരം AAC കണ്ടു. അപ്പൊ അതില് ഡിവൈസസ് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ ബുക്ക്, ഫോൾഡർ അല്ലെങ്കിൽ ബോർഡ്, ഇങ്ങനെ പല രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിക്കാത്തതും ലോ കോസ്റ്റ്, അങ്ങനെ കോസ്റ്റ് അധികം ഒട്ടും തന്നെ ഇല്ലാത്ത ടൈപ്പ് AAC ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അത് കുട്ടിക്ക് ഏതാണോ കറക്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നമ്മൾ അതായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പം AAC ഡിവൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം മാത്രം അല്ല. അതേപോലെ അടുത്തത്, AAC സംവിധാനം ഉപയോഗിക്കുന്നത് അസാധാരണയായി സമൂഹം കണക്കാക്കുമോ? ഇതും നമുക്കിപ്പം പണ്ട് കാലത്ത് നമ്മൾ കണ്ണാടി, ആക്ച്വലി എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തൊരു സാധനമാണ് കണ്ണാടി വെക്കുന്നത്, കുഴപ്പമില്ല. പക്ഷെ ഹിയറിംഗ് എയ്ഡ്, നമ്മുടെ കേൾവി സഹായി വെക്കുന്നത് ഇപ്പോഴും ചിലപ്പോൾ ചിലർക്ക് ഒരു സോഷ്യലി അത് ആൾക്കാർ കാണില്ലേ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ ആയിരിക്കും ഇത് കമ്മ്യൂണിക്കേഷൻ, പക്ഷെ ഇതെല്ലാം തന്നെ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ കാഴ്ച പരിമിതി ഉള്ളവർക്ക് കാണാനും കേൾവി പരിമിതി ഉള്ളവർക്ക് കേൾക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് AAC കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഇത് ഡെഫിനറ്റ്ലി സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. പക്ഷെ ഇതുകൊണ്ട് അവരൊരു ഡിഫറെന്റ് ആണ് എന്ന് തോന്നുന്നത്, അങ്ങനെ ഒരു കാഴ്ചപ്പാട് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഓൾമോസ്റ്റ് ഇതിനെപ്പറ്റി എല്ലാം തന്നെ പറഞ്ഞു. ഇനി ഒരു കുഞ്ഞ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ നമുക്കിപ്പോൾ കാണാം.
Yep, after we do some speech. Good job. Friends. Max. What do you want to do? Do. Paint. Learn. Art activity. Colors. Purple. Tell me the whole thing. Max, paint purple. Okay, here you go, Max. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി അവന് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ആ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനോട് ചോദിച്ച് എടുക്കുന്നതാണ്. അവന് പേർപ്പിൾ കളറിൽ പെയിന്റ് ചെയ്യണം എന്നായിരുന്നു അവൻ ചോദിച്ചത്. അപ്പൊ അതാണ് ആ കുട്ടി സെന്റൻസസ് മാർഗം മാക്സ് വാണ്ട്സ് പർപ്പിൾ എന്നുള്ള സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു പ്രശസ്തയായ ഒരു ഓസ്ട്രേലിയൻ എഴുത്തുകാരിയും അതേപോലെ ഡിസബിലിറ്റി ആക്ടിവിസ്റ്റുമായ റോസ്മേരി ക്രോസ്ലൈ പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പറയാൻ കഴിയാതിരിക്കുക എന്നത് പറയാൻ ഒന്നുമില്ല എന്നുള്ളതല്ല. താങ്ക് യു. ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ചോദ്യോത്തര വേളയാണ്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാം. അതിന് മുന്നോടിയായി നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യാവലി കൂടി വന്നിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ചോദ്യാവലിയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അത് പൂരിപ്പിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പാർട്ടിസിപ്പൻസ് ആ ചോദ്യാവലി ഒന്ന് പൂരിപ്പിക്കേണ്ടതാണ്. എല്ലാവർക്കും ചോദ്യാവലി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാ പാർട്ടിസിപ്പൻസും ഒന്ന് ചോദ്യാവലി പൂരിപ്പിക്കണം. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഇടാം. ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഹലോ മാം. ഹലോ മാം, എൻ്റെ പേര് ഗായത്രി എന്നാണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഞാനിപ്പം ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സിന് ഈ AAC പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന വേസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ സോഷ്യൽ വർക്കർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ AACക്ക് നമുക്ക് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും ആസ് എ സോഷ്യൽ വർക്കർ? ഓക്കെ, സോ ഫസ്റ്റ് ഇത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ വർക്കറിന് ഡെഫിനറ്റ്ലി കൊടുക്കാനായിട്ട് പറ്റും. സോ ഐ തിങ്ക് അവിടെ നിങ്ങൾക്കൊരു റോൾ ഉണ്ട്. രണ്ടാമത്തത്, ചില സാഹചര്യങ്ങളിൽ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് ഡിവൈസ് അല്ലെ അങ്ങനത്തെ ഒരു സിസ്റ്റം ആവശ്യമുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അപ്പം ഞാൻ ഇവിടെ ഞങ്ങളുടെ ഇവിടെയുള്ള സോഷ്യൽ വർക്കേഴ്സിനോട് അതിനെപ്പറ്റി സംസാരിക്കുകയും ആരെങ്കിലും നമുക്ക് സ്പോൺസേഴ്സിനെ വല്ലതും കിട്ടുമോ എന്ന് നോക്കുകയും അതിന്റെ പോസിബിലിറ്റീസ് നോക്കുക. അതിലൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി സോഷ്യൽ വർക്കേഴ്സിനൊരു പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അതേപോലെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടാൽ നമുക്കൊരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു അസസ്മെന്റിന് അവരെ റെഫർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഐ തിങ്ക് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എന്റെ വിശ്വാസം. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഞാൻ സോഷ്യൽ വർക്ക് ഏരിയയിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ്. അപ്പൊ റീസെന്റ് ICSRന്റെ ഒരു പ്രോജക്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഡിസബിലിറ്റി ഈ AI അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുന്ന ഇത് ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു.
അപ്പം ഈ ഒരു ഏരിയയിൽ ഏക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? പുതിയ ഏതേലും ഒരു ആപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ മാമിന്? മാം ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അത് വാർക്കുണ്ടോ? എന്താണ് എങ്ങോട്ടാ വാർക്കുന്നത്? ചോദ്യം റിപ്പീറ്റ് ചെയ്യാമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല. മാം റീസെന്റ് ICSRന്റെ ഒരു കോൾ ഫോർ ഉണ്ടായിരുന്നേ. അതായത് ഈ ഡിസബിലിറ്റി ഉള്ള ലേണിംഗ് ഡിസബിലിറ്റി അല്ലെ ഹിയറിംഗ് ഡിസബിലിറ്റി ഉള്ളവർക്ക് റിലേറ്റഡ് സപ്പോർട്ട് കൊടുക്കാൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡി ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ മാം ഏതൊക്കെ ആപ്പ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും മാം ഇങ്ങനെയുള്ള കുട്ടികൾക്ക്? ഡിസ്ലെക്സി ഉള്ള കുട്ടികളെന്നാണോ ചോദിച്ചത്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഡിസ്ലെക്സിയ മാത്രമല്ല മാം, ഓവറോൾ ഡിസബിലിറ്റി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ പല പല ആപ്സ് ഉണ്ടല്ലോ. അതെ അതെ, നമുക്ക് പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ചിലത് പെയ്ഡ് ആണ്, ചിലത് നമുക്ക് ഫ്രീ ആയിട്ടുള്ളതുണ്ട്, ചിലത് ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്, ചിലത് ചിലപ്പം ആപ്പിൾ ബേസ്ഡ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ നമുക്ക് അതിന്റെ പേയ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത് കൂടാതെ ആ കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച് യൂസർ ഫ്രണ്ട്ലി ആണോ, അല്ലെങ്കിൽ അവരുടെ സ്കിൽസിനനുസരിച്ച് ഈ ആപ്പ് മതിയാവുമോ ഇല്ലയോ, അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എവറിബഡി എല്ലാവർക്കും കൂടെ ഒരെണ്ണം ഫിറ്റ് ആവും, അങ്ങനെയില്ല. പക്ഷെ പല ആപ്ലിക്കേഷൻസും ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ആവാസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഏറ്റവും എനിക്കൊന്ന് ഫേമസ് ഇപ്പോ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് പല രാജ്യങ്ങളിലേക്കും പിന്നെ അഡ്വാൻസ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആണത്. അത് ബോത്ത് ആൻഡ്രോയിഡിലും നമുക്ക് അല്ലാതെ iOS പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആ. പക്ഷെ ഇത് പെയ്ഡാ. അതേപോലെ ഫ്രീ ആയിട്ട് ബോംബെന്ന് വന്ന ഒരു IIT ബോംബെ എന്നുള്ള ഒരെണ്ണമുണ്ട്, ജെലോ. ഇതൊക്കെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ജെലോ ഫ്രീ ആണ്. അപ്പൊ നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ ഒരാൾക്ക് വെറുതെ അല്ല നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളത് നോക്കിയിട്ടാണ് അവർക്കത് യൂസ്ഫുൾ ആണോ എന്ന് നമ്മൾ നോക്കിയിട്ടേ അത് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. Did I answer your question? മാം ഈ ജെലോ അപ്പൊ ഏത് ഡിസബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്? ഏതാണ് ജെലോ? ഐ തിങ്ക് അവരത് സ്റ്റാർട്ട് ചെയ്തത് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷെ അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു. നമുക്ക് ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യമുണ്ട്. AAC ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നോടിയായി ഒരു അസസ്മെന്റിന്റെ ആവശ്യകതയുണ്ടോ, എങ്ങനെയാണ്? അത് ഞാൻ എന്റെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AAC ഡെഫിനറ്റ്ലി നമ്മൾ അതൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് മുന്നേ അസസ്മെന്റ് നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പൊ അതൊരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന് ചെയ്യാം. അതിന്റെ കൂട്ടത്തില് ചിലപ്പോ നമുക്ക് വേറെ പല മെമ്പേഴ്സിന്റെ ആവശ്യം അതിനകത്ത് വന്നേക്കും. ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ ആവശ്യകത കാണാം, അല്ലെങ്കിൽ ഒരു നമുക്ക് ഫിസിയോതെറപ്പിസ്റ്റ്. ഇപ്പൊ നമുക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെ പിക്ചർ, അങ്ങനെ പല പല കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ ഡിവൈസ് അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാരണം നമ്മുടെ കഴുത്തിന് താഴോട്ട് തളർന്നിട്ടുള്ള ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസസും സിസ്റ്റംസും ഉണ്ട്. അപ്പം അത് നമ്മൾ അസസ്മെന്റ് മാർഗമാണ് അത് ചെയ്ത് ഏതാണ് അപ്രോപ്രിയേറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്യുകയും വേണം. നിങ്ങൾക്ക് ആർക്കാണ് റെഫർ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു SLP, ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന് റെഫർ ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഐ ആൻസർഡ് ദ ക്വസ്റ്റ്യൻ. ചാറ്റ് ബോക്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻ, റീസെന്റ് ആയിട്ടുള്ള AAC ഡിവൈസസ്, AI യൂസ് ചെയ്തിട്ടുള്ള AAC ഡിവൈസസിനെ കുറിച്ച് പറയാമോ? ഉണ്ട്. റീസെന്റ് ആയിട്ടുള്ള, റീസെന്റ് അല്ല, ആക്ച്വലി ഇറ്റ്സ് ബീൻ ദെയർ സിൻസ് ക്വൈറ്റ് സം ടൈം. പക്ഷെ നമുക്ക് AI ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ബ്രസീലിൽ അവർ ഡെവലപ്പ് ചെയ്ത ഒരു AAC ആപ്ലിക്കേഷൻ, അവർക്ക് GPS വെച്ചിട്ട് ഈ കുട്ടി ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് ആ ലൊക്കേഷനിൽ ആവശ്യമായിട്ടുള്ള, ഇപ്പൊ വീടാണെങ്കിൽ വീട്ടില് ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വൊക്കാബുലറി ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ സ്ക്രീനിൽ വരികയും അതിനകത്തുനിന്ന് മാത്രം സെലക്ട് ചെയ്യുകയും അങ്ങനെ ചെയ്യാനായിട്ടുള്ള, അതുവഴി അവർക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അങ്ങനെയൊക്കെ AI-യുടെ ഉപയോഗം ഉണ്ട് AAC-ല്. പിന്നെ അതുപോലെ തന്നെ നമുക്ക്
എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അങ്ങനെ അതൊക്കെ റിസർച്ച് ഫേസിലാണ്. ഇപ്പൊ നമുക്ക് അറ്റ് പ്രസന്റ് ന്യൂ ഡിവൈസസ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പൊ ഇല്ല. കൂടുതൽ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ റിസർച്ച് വൈസ് ആണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ നമുക്ക് ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്ക്രീനിൽ നമുക്ക് എന്താണോ പറയാനുള്ളത് ആ ഒരു ഇത് സെലക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരമുള്ള ഒരു ഡിവൈസ് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ കേൾക്കാം, പറയൂ മാം. ലിറ്ററസി ട്രെയിനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അതിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള AACs അങ്ങനെയുണ്ടോ? അങ്ങനെ അതിന് മാത്രം സ്പെസിഫിക് ഇല്ല. നമുക്ക് ആക്ച്വലി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് കാണിച്ചത് ഒരു പാർട്ട്. അത് പിക്ചർ സിമ്പിൾസ് ആണ്. പിക്ചർ സിമ്പിൾസ് അല്ലാതെ തന്നെ നമുക്ക് ആക്ച്വലി ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള AAC ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ വേർഡ് പ്രഡിക്ഷൻ ഒക്കെ ഈ ആവാസ് എന്ന് പറയുന്ന ആപ്പിന്റെ തന്നെ അതിന് 2 ഓപ്ഷൻ ഉണ്ട്. കീബോർഡ് മോഡും ഉണ്ട്, നമുക്ക് പിക്ചർ മോഡും ഉണ്ട്. അപ്പൊ അതിലെ കീബോർഡ് മോഡ് നമുക്ക് യൂസ് ചെയ്യാം ലിറ്ററസി സ്കിൽസിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പം ഒരു എന്താ പറയാ ലിറ്ററസി എക്സ്പോജറിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പിക്ചർ സിമ്പിൾസിന്റെ താഴെ തന്നെ അതിന്റെ റിട്ടൺ സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ നമ്മൾ കൊച്ചു കുട്ടികൾ സാധാരണ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ റീഡിങ് എക്സ്പോജർ കൊടുക്കുന്ന പോലെ തന്നെ അവർക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മളത് എക്സ്പോജർ അവർക്ക് ആദ്യമേ തന്നെ ഇപ്പൊ ഞാനിവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും അവർക്ക് എഴുതാൻ വായിക്കാനും അറിയാവോ ഇല്ലയോ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെ അതിന്റെ എന്താണോ അത് സിമ്പിൾ എന്നുള്ളത് എഴുതിയും കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരെണ്ണം അവർക്കൊരു എക്സ്പോജർ, 2 ആ കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണറിനും ചിലപ്പോൾ ആ സിമ്പിൾ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവർക്കത് റീഡ് ചെയ്ത് മനസ്സിലാക്കണം. സോ ടെക്സ്റ്റ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉള്ള ഏത് ആപ്പും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഇവിടെ ഒരു ചോദ്യം ഗുഡ് മോർണിംഗ് മാം. ഹായ്, ഗുഡ് മോർണിംഗ്. ചോദിച്ചോളൂ. കേൾക്കാമോ? ചോദിക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക്. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ചാറ്റ് ബോക്സിലുള്ള ഒരു ചോദ്യം ഇവിടെ കുഡ് യു എക്സ്പ്ലെയിൻ അഡിപ് സ്കീം എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ പെർവ്യൂല് വരുന്ന ഒരു ചോദ്യം അല്ല. എന്തെന്നാലും നമുക്ക് അഡിപ്പ് അസിസ്റ്റൻസ് ടു ഡിസേബിൾഡ് പേഴ്സൺസ് ഫോർ പർച്ചേസ് ആൻഡ് ഫിറ്റിംഗ് ഓഫ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ്. അപ്പോൾ ചോദ്യം ഈ ഡിവൈസസ് അതിലുണ്ടോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇല്ല. നമ്മൾ പല രീതിയിൽ ആ പ്രപ്പോസലൊക്കെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ആസ് ഓഫ് നൗ അഡിപ് സ്കീമിനകത്ത് നമുക്ക് ഡിവൈസസ് അവൈലബിൾ അല്ല. ബട്ട് അവർക്ക് അഡിപ് സ്കീം വഴി എനിക്കൊന്ന് ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതിനുള്ള സ്കീം ഉണ്ടെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഈ ടാബ് വാങ്ങിച്ചിട്ട് അതിനകത്ത് നമ്മൾ പിന്നെ കമ്മ്യൂണിക്കേഷൻ ആപ്പ് ഇടുകയോ അങ്ങനെ ചെയ്യാനുള്ള അവസരമുണ്ട്. അതേപോലെ വിഷ്വൽ ഇംപയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ വിഷ്വൽ ഇംപയർഡ് അല്ല, നമുക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള വിഷ്വൽ ഷെഡ്യൂൾ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഒരു അർത്ഥത്തിൽ AAC തന്നെയാണ്. അങ്ങനെയുള്ളതേ ഉള്ളൂ. ആസ് ഓഫ് നൗ നമുക്ക് ഗവൺമെന്റിന്റെ സ്കീംസിൽ ഒന്നും തന്നെ ഡിവൈസസ് കവർ ചെയ്ത് വരുന്നില്ല. പിന്നെ നമുക്ക് ഉള്ളത് AAC അവയർനെസ് മന്ത് ആണ്, ഒക്ടോബർ. ഇന്റർനാഷണലി അത് സെലിബ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആവാസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് അവര് ഡിസ്കൗണ്ടഡ് പ്രൈസിനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ അഡിപ് സ്കീമിൽ ഇപ്പോ ആസ് ഓഫ് നൗ ഇത് കവർ ചെയ്യുന്നില്ല. ഐ എം നോട്ട് ഷുവർ ഇഫ് അതായിരുന്നു ക്വസ്റ്റ്യൻ. ഇല്ലെങ്കിൽ കൂടുതൽ അഡിപ് സ്കീമിനെ പറ്റി അറിയണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം.
പറഞ്ഞോളൂ. മാം ചാറ്റ് ബോക്സിൽ ഒരാളെ ഡിസ്ലെക്സിയെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം അതിനൊന്ന് ആൻസർ ചെയ്തിരുന്നെങ്കിൽ. സോറി, ഞാൻ കണ്ടില്ല ചോദ്യം. ഒരു സെക്കൻഡ്. ഓക്കെ. ഡിസ്ലെക്സിയ പേഴ്സൺ. എനിക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആരാണ്? റോസ് എന്ന് പറയുന്ന മാഡം ആണെന്ന് തോന്നുന്നു. ഡിസ്ലെക്സിയ താഴെയുണ്ട്. റോസ് മാഡം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഡിസ്ലെക്സിയ പേഴ്സൺ ഹാവ് AAC കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ. നേരിട്ട് ചോദ്യം ചോദിക്കാമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. മാം എനിക്ക് തോന്നുന്നു ഡിസ്ലെക്സിയ ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് AAC യൂസ് ചെയ്യാൻ പറ്റുമോ, അഥവാ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലെക്സിയ ഉള്ള ആളിനെ എങ്ങനെയാണ് ക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ് ക്ലാരിഫിക്കേഷൻ. AAC ഉള്ള ഒരാൾക്ക്, സോറി, ഡിസ്ലെക്സിയ ഉള്ള ഒരാൾക്ക് AAC ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളുടെ എയിം എന്താണ് അതിനനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ, അവരുടെ ലിറ്ററസി സ്കിൽസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഡെഫിനറ്റ്ലി ഡിസ്ലെക്സിയ ഉള്ള ഒരാൾക്ക് കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയം നടത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അല്ലെങ്കിൽ ലാംഗ്വേജ് ബേസ്ഡ് ലേണിംഗ് ഡിസബിലിറ്റീസ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ലാംഗ്വേജ് കൺസെപ്റ്റ്സ് കൊടുക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിലും കുഴപ്പമില്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഡിസ്ലെക്സിയ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസോർഡർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കതിന് കോമ്പൻസേറ്ററി സ്ട്രാറ്റജീസും അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് അവരുടെ സ്കിൽസ് കൂട്ടാനായിട്ട് പറ്റും. അപ്പം ആ ഒരു രീതിയിൽ AAC ഉപയോഗിക്കാൻ പറ്റും. ഐ ഹോപ്പ് ഐ ആൻസർഡ് ദി ക്വസ്റ്റ്യൻ. ചാറ്റ് ബോക്സിലുള്ള ചോദ്യം ഇപ്പം ആൻസർ ചെയ്യുന്നതാണ്. ചോദ്യം വായിക്കാം. ഞാൻ ചാറ്റ് ബോക്സിലെ ചോദ്യമാണ് ആൻസർ ചെയ്യുന്നത്. While implementing AAC for an autistic child, if the child says no, whether we need to stop or divert the child by pointing to yes in other therapy session. എനിക്ക് മനസ്സിലായത് കുട്ടി വേർബലി നോ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സ്റ്റോപ്പ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ വഴി നോ എന്ന് പറയാൻ പഠിപ്പിക്കണമെന്നാണോ ചോദിച്ചത് എന്ന് ഐ എം നോട്ട് ഷുവർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു കുഞ്ഞ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ആക്ച്വലി. എന്നിട്ട് അതൊരു അൺഅക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ഒരു അൺകൺവെൻഷണൽ രീതിയിലാണ്, ഇപ്പൊ കരഞ്ഞിട്ടാണ് കാര്യങ്ങൾ നടന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ അതിനെ കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ കൺവെൻഷണൽ രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കുക. ഇപ്പൊ ഒരു കുട്ടി വേർബലി നോ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ അത് അല്ല അങ്ങനെയല്ല ഇതില് ഡിവൈസിൽ കാണിക്കൂ എന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് വേ. നമുക്ക് സ്പീച്ച് ഉപയോഗിക്കാം, ഡിവൈസ് ഉപയോഗിക്കാം, പിക്ചർ ബോർഡ് ഉപയോഗിക്കാം, എന്ത് വേണേലും ഉപയോഗിക്കാം. ദ പോയിന്റ് ഇസ് ആ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ എനിക്ക് മനസ്സിലായതുപോലെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതല്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്തോ സോറി മാം, ഇൻ കേസ് നമ്മള് ഈ AAC വഴി നമ്മള് ഓരോന്ന് പഠിപ്പിച്ചു, ലൈക്ക് നോ പറയാനും എസ് പറയാനും അങ്ങനെയൊക്കെ പഠിപ്പിച്ചു. അപ്പൊ വേറൊരു ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് അവൻ ഇത് യൂസ് ചെയ്ത് നോന്ന് പറയുവാണെങ്കിൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യണ്ടേ? അപ്പോ ലൈക്ക് എന്നാലല്ലേ കുട്ടിക്ക് ഇത് നോന്ന് അതില് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് നീ കൊടുക്കില്ല എന്നുള്ളൊരു സംഭവം അവന് മനസ്സിലാവുള്ളൂ. ഒന്നും കൂടെ ചോദിക്കുക ചോദ്യം, എനിക്ക് അത്ര ക്ലിയർ ആയില്ല. അതായത് നമ്മളൊരു കുട്ടിക്ക് നോയും യെസും ഡിവൈസ് ഉപയോഗിച്ച് പഠിപ്പിച്ചു, കറക്റ്റ്? എന്നിട്ട് നമ്മളൊരു ആക്ടിവിറ്റി കൊടുത്തിട്ട് ആ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യണോന്നാണ് ചോദിച്ചത്. ആക്ടിവിറ്റി അവന് കൊടുക്കുമ്പോ അവൻ ആ നോ യൂസ് ചെയ്ത് AAC യൂസ് ചെയ്ത് നോ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ആക്ടിവിറ്റി കൊടുക്കരുതല്ലോ. അതെ അതെ, എന്നാലല്ലേ അവൻ നോ ഓൾറെഡി. നമുക്കിപ്പോ വേണ്ടാന്നൊരു ഭക്ഷണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞ ആരും എനിക്കത് തരില്ലല്ലോ. പിന്നെ കറക്റ്റ് അല്ലേ? അപ്പൊ മറ്റു തെറാപ്പി സെഷൻസിലെ ലൈക്ക് ഇപ്പൊ ബിഹേവിയറൽ അല്ലെങ്കിൽ OT അതിലൊക്കെ അവൻ ഈ നോ യൂസ് ചെയ്യില്ലേ? അപ്പൊ അവർക്ക് എങ്ങനെയാ ഇത് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റുക? അപ്പോ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അത് അവിടെ യൂസ് ചെയ്യുന്നില്ലെന്നാണോ? അല്ല, യൂസ് ചെയ്യുമ്പോ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റില്ല. അണ്ടർസ്റ്റുഡ്. അവൻ ആദ്യമേ തന്നെ പറയാം നോ എനിക്കിത് വേണ്ട, കറക്റ്റ്? അങ്ങനെയല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ എങ്ങനെ, ഹൗ ഡു യു പ്രൊസീഡ്? ഓക്കെ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റൻ, ഐ അണ്ടർസ്റ്റുഡ്.
അപ്പൊ അന്നേരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് ദെൻ ബോർഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ദെൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രോബബ്ലി അവനത് എസ്കേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മളത് അവന്റെ ആവശ്യം അല്ലെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ചെയ്തേ പറ്റത്തുള്ളായിരിക്കും. അപ്പം വാട്ട് വി ഡു ഇസ് ഒരു ഹൈലി പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അതിന് ഇത് ചെയ്താൽ അത് കിട്ടും എന്നുള്ളത് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ് ഫസ്റ്റ് ദെൻ. അപ്പൊ ഫസ്റ്റ് നമ്മൾക്ക് ആവശ്യമുള്ള ഇത് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ വാട്ട് വി ഡു ഇസ് ഫസ്റ്റ് ദെൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡിൽ ഫസ്റ്റ് എഴുതിയിട്ട് അതിന്റെ ഒരു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റിയുടെ ഒരു പടം നമ്മൾ സ്റ്റിക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ദെൻ അവന് ഇഷ്ടമുള്ള ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പുറത്ത് ദെന്നിന്റെ അവിടെ വെക്കേണ്ടത്. അപ്പൊ നമ്മള് അപ്പൊ ഇനീഷ്യലി ചിലപ്പോ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ആണെന്ന് വിചാരിച്ചു, മേ ബി പെയിൻസ്, അതുകൊണ്ടായിരിക്കാം വേണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചിലപ്പോൾ ഈ കൈ ഒന്ന് നൂർക്കാൻ മാത്രമായിരിക്കും. ആ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഹി ഗെറ്റ്സ് ദിസ്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഈ ഫസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടിക്കൊണ്ടുവരും. ഹി വിൽ ഇവൻച്വലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഇത് ഞാൻ ഇച്ചിരി നേരം ചെയ്താൽ എനിക്ക് കുറെ നേരം ഇത് ചെയ്യാൻ കിട്ടും. അങ്ങനെ നമ്മളൊരു കണ്ടീഷണൽ ക്ലോസ് വെച്ചിട്ടാണ് സാധാരണ ഞങ്ങൾ ഇവിടെ ചെയ്യിക്കാറുള്ളത്. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. മേ ബി യു ക്യാൻ ട്രൈ. Yes, ma'am. Thank you so much. എനിക്ക് തോന്നുന്നു ഒരു ചോദ്യം കൂടെ ഉണ്ട് എന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. AC-യുടെ പ്രൈസ് റേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്ത് തരം AC ആണ് എന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ അതിന് പ്രൈസ് ഉള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആവാസ് എന്ന് പറയുന്ന ആപ്പ് പെയ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന് ആക്ച്വലി അവർ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അങ്ങനെ ഒരു പോളിസി അവർ കൊടുത്തിട്ടുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഐ തിങ്ക് 299 rupees per month ആണ്. അപ്പൊ നമുക്ക് ഒരു മാസത്തേന് സബ്സ്ക്രൈബ് ചെയ്തത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഫ് യു തിങ്ക് ഇറ്റ് ഈസ് യൂസ്ഫുൾ അത് നമുക്ക് പിന്നീട് അടുത്ത മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അത് നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ആപ്പ് ലൈഫ് ടൈം അവർക്ക് പർച്ചേസ് ചെയ്യാം. അതെനിക്ക് തോന്നുന്നു ഒരു 8000 രൂപയുടെ അറൗണ്ട് ആണെന്നാണ് എന്റെ അറിവ്. അപ്പൊ അതുപോലെ ഇതിപ്പോ നമ്മൾ ഒക്ടോബർ മാസത്തിലാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവര് 50% ഡിസ്കൗണ്ട് ഉണ്ട്, 50% ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ അതേപോലെ ഓരോ ആപ്പും നമ്മൾ ആ സ്റ്റോറിൽ പോയാൽ എത്രയാണ് ഇതിന്റെ പ്രൈസ് എന്നുള്ളത് ആപ്പ് ആണെങ്കിൽ നമുക്ക് അവിടെ കാണാം. പിന്നെ ഉള്ള എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് എന്തിലാണ് ഇടുന്നത്. നമ്മളിപ്പം ടാബ്ലറ്റിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ ടാബിന്റെ പ്രൈസ് വരും. നിങ്ങൾക്ക് വീട്ടിൽ ഓൾറെഡി ടാബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിടാം. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് അതിൽ വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ പാടില്ല. അതേപോലെ നിങ്ങൾക്ക് ഈ ഒക്ടോബറിൽ മാത്രമല്ല, ഒക്ടോബറിൽ AC അവയർനെസ് മന്ത് ആയതുകൊണ്ടാണ് അവർ ഡിസ്കൗണ്ട് ഇടുന്നത്. അതേപോലെ ഏപ്രിലില് ഓട്ടിസം അവയർനെസ് മന്ത് ആയത് കാരണം അവിടെയും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ 50% ഓഫിലാണ് അവർ കൊടുക്കുന്നത്. ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഐ തിങ്ക് 10 to 20,000 rupees ആവും. അപ്പോ അതിലും കുറഞ്ഞ ടാബ്ലറ്റ്സ് ഉണ്ട്. ഇതൊക്കെ പല ആപ്ലിക്കേഷൻസും അതൊക്കെ അതിൽ റൺ ചെയ്യാം, ഇല്ലെങ്കിൽ ഫോണിലിടാം. പക്ഷെ അത് ആ കുട്ടിക്ക് ആ ഫോണിലൊക്കെ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടേ അത് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഇല്ല നമുക്ക് ഇപ്പൊ ഒരു ബുക്കോ ബോർഡോ അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാം. ചിലത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ പെക്സ് എന്ന് പറയുന്നതിന്റെ ബുക്കൊക്കെ നമുക്ക് ആമസോണിൽ കുറെ കാർഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അത് ഐ തിങ്ക് ഇസ് അറൌണ്ട് 22,000 ആണ് അതിന്റെ വില. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോ. പക്ഷെ നമുക്ക് തന്നെ കൺസ്ട്രക്ട് അത്രയും പൈസ ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതായി ഉള്ളൂ, ലോ ടെക്നോളജി ഇല്ലാത്തത്. പിന്നെ ഹൈ ടെക്നോളജി ഐഗി സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അത് ഇൻ ലാക്സ് ആണ് അതെല്ലാം വരുന്നത്. അപ്പൊ എനിക്കൊന്ന് സമയം ബിറ്റ്വീൻ 5 to 7 lakhs ഒക്കെ ആവും അങ്ങനത്തെ സിസ്റ്റംസ്. അപ്പൊ പിന്നെ ചിലത് ഇമ്പോർട്ടഡ് ആണ്. അപ്പൊ ഇമ്പോർട്ടഡ് നമുക്ക് വെളിയിൽ നിന്നുള്ള വരുന്ന ഡിവൈസസ് ആണെന്നുണ്ടെങ്കിൽ ചില ഏജൻസീസ് അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഇമ്പോർട്ട് ടാക്സും ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ. അപ്പൊ സോ ഇറ്റ് ഡിപ്പെൻഡ്സ്, അതിനനുസരിച്ചാണ്. ഏകദേശം നമ്മൾ എന്താണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഒരു ചോദ്യമുണ്ട്. ഓക്കെ, ചോദ്യം. 6-year-old boy is already taking speech therapy for 2.3 years. Later it was found out that he had hearing impairment too. So speech therapyയുടെ കൂടെ AC ചെയ്യാൻ പറ്റുമോ? താഴോട്ടുണ്ട്. ഓക്കെ, ആതിര മാഡത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ സ്പീച്ച് തെറപ്പിയുടെ കൂടെ AAC ആണ്, ACC അല്ല.
AAC ചെയ്യാൻ പറ്റുമോ? AAC ഡിപ്പെൻഡന്റ് ആവുമോ? ഓക്കെ, നമുക്ക് ഹിയറിംഗ് ഇംപയർഡ് ആയിട്ടുള്ള ഒത്തിരി കുട്ടികൾക്ക് ഇവിടെ നമ്മൾ AAC കൊടുക്കാറുണ്ട്. മോസ്റ്റ്ലി കേൾവിക്കുറവും പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ബുദ്ധിമുട്ടും കൂടെ ഒക്കെ ഉള്ള കുട്ടികൾ, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ AAC കൊടുക്കാറുണ്ട്. ഇൻഫാക്ട് നമുക്ക് ചില കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചിട്ടും അവർക്ക് ഇംപ്രൂവ്മെന്റ് ഇല്ല, സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്നില്ല, പക്ഷെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സൈനിൽ പോകാൻ താല്പര്യമില്ല. അങ്ങനത്തെയുള്ള കുട്ടികൾക്കൊക്കെ AAC ഉപയോഗിക്കാം. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ട് ഇവിടെ. അപ്പോ നമുക്ക് അപ്പൊ ഞങ്ങൾ വാട്ട് വി ഡു ഇസ് റെഗുലർ അവരുടെ AVTയോ അല്ലെങ്കിൽ അവരവിടെ ചെയ്യുന്ന ഓഡിറ്ററി ട്രെയിനിങ്ങോ അതെല്ലാം കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ബിൽഡ് ചെയ്യാനും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനുമായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഐ തിങ്ക് അത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഡിപ്പെൻഡന്റ് ആവുമോ എന്നുള്ള ചോദ്യം അത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡിപ്പെൻഡൻസി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ കുട്ടി പിന്നീട് ഓഡിറ്ററി ട്രെയിനിങ് ഒന്നും ചെയ്ത് ആ ഒരു മോഡിലേക്ക് വരില്ല എന്നുള്ളൊരു രീതിയിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ടാക്കിൾ ചെയ്യുന്നത്. ലിസ്ണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യും. ഈവൻ ഞങ്ങളുടെ ഇവിടെ ഒരു ലിസ്ണിംഗ് സ്കിൽസ് കുഴപ്പമില്ലാത്തൊരു കുട്ടി വാസ് നോൺ വെർബൽ, സംസാരിക്കുന്നില്ലായിരുന്നു. പക്ഷെ AAC സിസ്റ്റം ഓൾമോസ്റ്റ് എനിക്കൊന്ന് 2 ഇയേഴ്സോളം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ആ കുഞ്ഞ് സംസാരിച്ചു തുടങ്ങി. ഇപ്പം സെന്റൻസസിലാ പറയുന്നത്. ആ കുഞ്ഞ് ബാഹയാണ്, ബാഹ ബോൺ കണ്ടക്ഷൻ എയ്ഡ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ട്, അതുകൊണ്ട് AAC വേണ്ട അങ്ങനെയില്ല, ആർക്ക് വേണേലും ഉപയോഗിക്കാം. ഐ ഹോപ്പ് ഐ ആൻസർ ദ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. 1.5-year-old boy who didn't use any words, ഒരു ചോദ്യമാണ്, ഞാൻ വായിക്കാണ്. Who didn't use any words for communication except some sounds like A. Can we use symbols or pictures for him? Definitely use ചെയ്യാം. But pictures maybe no. കാരണം അവർക്ക് ചിലപ്പോൾ ആ പിക്ചറിലേക്കൊക്കെ നോക്കുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കാം അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തുമാത്രം കാര്യങ്ങളും ലാംഗ്വേജ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും നമുക്ക് എന്ത് സിസ്റ്റം എങ്ങനത്തെ സിമ്പിൾസ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ബട്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോഴത്തേനും ഞാൻ ടാക്ടൈൽ സിമ്പിൾസ് അല്ലെ ഒബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള സിമ്പിൾസ് കൊടുത്തിട്ട് നമുക്ക് അവർക്ക് ലാംഗ്വേജ് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അത് ഒരു മാർഗമായിട്ട് കൊടുക്കാം ഡെഫിനറ്റ്ലി അതിന്റെ കൂട്ടത്തിൽ. പക്ഷെ എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് സംസാരിക്കാത്തതെന്നുള്ളത് വേറെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അസസ്മെന്റ് ചെയ്ത് സ്പീച്ച് തെറപ്പിയുടെ ആവശ്യമുണ്ടെങ്കിൽ സ്പീച്ച് തെറപ്പിയുടെ കൂട്ടത്തിൽ തന്നെ ലാംഗ്വേജ് ബിൽഡ് ചെയ്യാനുള്ളതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് AAC പിക്ചർ സിമ്പിൾസും ഒക്കെ ഉപയോഗിക്കാം ഡെഫിനറ്റ്ലി. ഓക്കെ, തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എയ്ഡഡ് AAC അൺഎയ്ഡഡ് AAC ഉപയോഗിക്കാം. സിമ്പിൾസ് ചിലപ്പോൾ മോർ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയും പഠിപ്പിക്കാം. ചാറ്റ് ബോക്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡോക്ടർ വിനീത ആൻസർ ചെയ്തു. ഇനി മറ്റെന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസിന് ഇഡാസ് ടീമിന്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരു ചോദ്യവും കൂടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു ചോദ്യം കൂടി ഞങ്ങൾ അറ്റൻഡ് ചെയ്യാം. എന്റെ 5 വയസ്സായ കുട്ടിക്ക് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണ്. 2 ചെവികളിലും. ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് കാരണം. അതുകൊണ്ട് സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ഒരു ചോദ്യം. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. 5 വയസ്സുള്ള കുഞ്ഞിന് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണ്. പക്ഷെ കാഴ്ചക്ക് ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് മനസ്സിലാക്കുന്നു. കാഴ്ചക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് സൈൻസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് മൂവ്മെന്റ് വേണം കൈകളുടെ. അപ്പൊ അതിനും കുഴപ്പമില്ല. ഇന്റലക്ച്വലി കുഞ്ഞിന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതൊരു ഓപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാവുന്നത് തന്നെയാണ്. സൈൻ ലാംഗ്വേജിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. മറ്റു ചോദ്യങ്ങളില്ലാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നിഡാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ നിഡാസിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ സെഷൻ AACയെ കുറിച്ച് സംസാരിച്ച് ഡോക്ടർ വിനീതയ്ക്കും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ വിനീത. അടുത്ത നിഡാസ് ജൂലൈ 28-ാം തീയതിയാണ്. വിഷയം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തെ കുറിച്ചാണ് അടുത്ത നിഡാസ്.
കൂടുതൽ വിവരങ്ങൾക്കായി നിഡാസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.